ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മൾ ബോൾഗാട്ടി ജെട്ടിയിൽ നെഫർട്ടിറ്റി എന്ന് പറഞ്ഞ ക്രൂസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽപ്പുള്ളത്. അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ. ഈ ക്രൂസ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഓൺ അണ്ടർടേക്കിങ്ങിൽ പോകുന്ന ക്രൂസാണ്. ഇത് ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ഇതിൻ്റെ ചാർജ് വരുന്നത് പെർ ഹെഡ് 2000 ആണ്. അത് മോർണിംഗ് സെക്ഷനാണ്. മോർണിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. 4 hour ജേണിയാണ്. അത് കഴിഞ്ഞിട്ട് വീക്കെൻഡ്സ് വരുമ്പോൾ 2400 വരും. 2400, 2700 അങ്ങനെ 2 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ ഈവനിങ് സെക്ഷനാണ് അടിപൊളി. 4 hour ജേണിയും ഡിന്നറും പിന്നെ DJ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സെക്ഷനാണ് വരുന്നത്. നെഫർട്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ക്യൂനാണ്. ആ ക്യൂവിൻ്റെ പേരാണ് ഈ ക്രൂസിലിട്ടേക്കുന്നത്. നമ്മളീ കാണുന്നത് ക്രൂസിൻ്റെ ലോവർ ഡെക്കാണ്. മൊത്തം 3 ഡെക്കാവുള്ള. ലോവർ ഡെക്കിൽ ഹോളാണ്. ഇതിപ്പോൾ അപ്പർ ഡെക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഒരു മിനി സ്പീഡ് ബോട്ട് പാസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. അപ്പുറത്ത് കൊച്ചിൻ സിറ്റി നമുക്ക് വൈഡായിട്ട് കാണാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈവനിങ് സെക്ഷൻ എല്ലാവരും ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. സൺഡേയ്സ് വരുമ്പോൾ 2700 വരുന്നുണ്ട് പെർ ഹെഡ്. അതിൽ DJ, ഫുഡ്, പിന്നെ മ്യൂസിക് സെക്ഷനെല്ലാം ഇൻവോൾവാണ്. സൺസെറ്റ് കാണാനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കായലിൻ്റെ ഭാഗം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 130ഓളം പാസഞ്ചേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു 25 മുതൽ 30 സ്റ്റാഫും വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഒരു വെസൽ പാസ് ചെയ്ത് പോകുന്നതാണ്. ഏകദേശം നമ്മളിപ്പോൾ കായൽ ക്രോസ് ചെയ്ത് അറബിക്കടലിലോട്ട് എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വൈഡ് ആംഗിൾ വ്യൂവിൽ നല്ല അതിമനോഹരമാണ് കാണാനായിട്ട്. കൊച്ചിയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു ടൈം തന്നെയാണ് ബെറ്റർ. രാവിലെ എനിക്ക് തോന്നുന്നു ചൂടുണ്ടാവും. നല്ല കടൽക്കാറ്റിപ്പോൾ അടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ കാണുന്നത് ഒരു ഡ്രഡ്ജിങ് ബോട്ടാണ്. കടലിൻ്റെ ആഴം കൂട്ടാനായിട്ട് ബോട്ട് ഡ്രഡ്ജ് ചെയ്യുന്നതാണ് നമ്മുടെ എൻട്രൻസ്. അവിടെ വെച്ച് കടലും കായലും കൂടെ ഒന്നിക്കുന്ന എൻട്രൻസ്. ആ ഡ്രഡ്ജിങ് ബോട്ടിന് ചുറ്റും എനിക്ക് തോന്നുന്നൊരു 19 ഈഗിൾ പറക്കുന്നുണ്ട്. ഇത് വന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഡെക്കാണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ ഒരു മിനി ബാറും അവൈലബിൾ ആണ്. നല്ല മനോഹരമായ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. ഇത് അപ്പർ ഡെക്കാണ്. അപ്പർ ഡെക്കിലാണ് ഈവൻറ്റ്സൊക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓപ്പൺ എയർ DJ നടക്കുന്ന ഈ ക്രൂസിലാണ്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. വ്യൂവും നല്ലതാണ്. ഈ കാണുന്ന ഒരു മിനി ബോട്ടും അപ്പർ സൈഡ് വേറൊരു മിനി ബോട്ടും ഉണ്ട്. ലൈഫ് ബോട്ടാണിത്. എമർജൻസീസിൽ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 30 പേരൊരു ലൈഫ് ബോട്ടിൽ കയറുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. സൺസെറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിമനോഹരമായ സൺസെറ്റാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് വന്നിട്ട് ഈവനിങ് DJ ആണ്. DJ നല്ല വൈബാണ്. പിള്ളേർ ഫാമിലി ആയിട്ട് പോകാനൊക്കെ പറ്റിയ ക്രൂസായത്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിലൊരു മിനി ബാറും അറ്റാച്ച്ഡാണ്.
എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.